ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. എപ്പോൾ ലൈവിൽ വരുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അത് ലോങ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം ആമിക്കുട്ടിയതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആമി എനിക്ക് ആമിക്കുട്ടിയെ ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്, അതുകൊണ്ട് തന്നെ ആൾ എണീക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് താഴേക്ക് കൊണ്ടുപോയി കിടത്താമെന്ന്. അപ്പോൾ ആളെ എടുത്തിട്ട് ഞാൻ താഴത്തേക്ക് പോയി അവിടെ കട്ടിൽമ കിടത്താൻ പോവുകയാണ്. അവിടെ കട്ടിൽമ കിടത്തിയിട്ടുള്ള സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കിടത്തിയ ഉടനെ തന്നെ അവൾ എണീറ്റു. ആരാന്നത് എണീക്കുന്നത്? കണ്ണെണിക്കട്ടെ, കണ്ണെണിക്കട്ടെ. കണ്ടേ അണ്ണ ചെലക്കുന്നുണ്ട്. എവിടെ ഒച്ചേക്കുന്നില്ലേ? ചെറിയ ചെറിയ മറ്റ് അണ്ണാൻ ബൈ പറയാൻ മറന്നൊരു കാര്യം, നമ്മളിപ്പോൾ ഉള്ളത് വല്യച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഏട്ടനും ചേച്ചിയും അമ്മും ഞാനും സുധിയൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണിക്കാനുള്ളത്. അച്ഛനില്ലാത്തതുകൊണ്ട് തന്നെ വല്യച്ഛനോടാണ് നമുക്ക് കൂടുതൽ അടുപ്പുള്ളത്. അപ്പോൾ എന്ത് കാര്യത്തിന് ഏതിനൊക്കെ പെട്ടെന്ന് ഓടിപ്പോകാനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് വല്യച്ഛൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ വീട് അടുത്ത് തന്നെയാണ്, കണ്ണേട്ടൻ്റെ വീട് അതാണ്. സോ ഞങ്ങളിന്ന് അവിടെയാണ്. അമ്മുക്കുട്ടിയും ചേച്ചിയും പ്രജേട്ടനൊക്കെ പോവുകയാണ്. അപ്പോൾ ആമിക്കുട്ടിക്ക് അതിൻ്റെ ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട്. എല്ലാവരും ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അവർ പോവുകയാണെന്നുള്ളത്. സോ വിഷമത്തിലാണ് കേട്ടോ ആള്. ആണല്ലേ, എണീച്ച് വന്നതാണല്ലേ. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയണല്ലോ. ഗുഡ് മോർണിംഗ് പറ. വല്യച്ഛനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ. ചെരുപ്പൊക്കെ കണ്ടാലേ ശരി. എന്നാല് ബൈ 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 ബൈ. നമ്മൾ ഐശ്വര്യ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ, പുട്ടും കടലയും. അപ്പം ഞാൻ ഏതായാലും ഒരു കട്ടൻ വെക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഇവിടെ അമ്മമ്മ ഉണ്ട്. അപ്പോൾ അമ്മമ്മയ്ക്ക് മുഖം കാണിക്കുന്നൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുഖമൊന്നും കാണിക്കാത്തത്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് കട്ട ഇടുന്നത്. കൂട്ടത്തിൽ എനിക്കൊരു കട്ടൻ, പിന്നെ ആമിയാണെങ്കിൽ പല്ല് തേച്ചതിന് ശേഷം അവൾക്കൊരു കട്ടൻ വേണം. സോ കട്ടൻ ഇട്ടു. നല്ല കടുപ്പത്തിൽ തന്നെ കേട്ടോ രാവിലത്തെ കട്ടൻ കഴിക്കുന്നത്. ചൂടുള്ള ചായ ഊതി കുടിക്കാനാണ് എനിക്കും ഇഷ്ടം. സോ ഞാൻ കട്ടൻ ഇരുന്ന് കുടിക്കുകയാണ് കൊലായി തന്നെ കേട്ടോ, ഇരുന്നിട്ടാണ്. മേടിക്കൂ, പല്ല് തേക്കൂ, മേടിക്കൂ വേഗം. കണ്ണേട്ടാ പോയിട്ട് വേഗം ബ്രഷ് ഒക്കെ എടുത്തിട്ട് വാ. ആമിയാണ് ഫസ്റ്റ് പല്ലേക്ക്, കണ്ണേട്ടനാണ് ഫസ്റ്റ് പല്ലേക്കാ നോക്കാം. അന്ന് വേഗം മേടിച്ച് പല്ലേക്ക്. എന്താ ഒന്ന് പല്ലെടുത്തിക്ക. പല്ലെടുത്തിക്ക. ആമിക്ക് പല്ല് തേക്കാൻ ഭയങ്കര മടി കേട്ടോ. അപ്പോൾ നമ്മൾ പിടിച്ചിരുത്തി ബലമായിട്ട് തന്നെ പല്ല് തേപ്പിച്ചു കൊടുക്കണം. കുറച്ചുള്ളൂ. രസമുണ്ടാ? സൂപ്പർ. അമ്മി പാട്, കണ്ണാ കണ്ണാ പാട്. തുമ്പി കണ്ണ തുമ്പി കണ്ണ തുമ്പി കണ്ണ
ഇന്നുള്ളിൽ ഈ ഇടയായിട്ട് ഈ ഗാന്ധാരയത്തെ സോങ് കേട്ടിട്ട് ഇങ്ങനെ കണ്ണ് പൊത്തിയിരിക്കുന്നത് കേട്ടോ ആമിയുടെ സ്ഥിരം പരിപാടി. അവൾക്ക് ആ പാട്ട് കേൾക്കും വേണം, സ്ക്രീനിലുള്ളത് കാണും വേണം. അതായത് ഭൂതം എന്നാണ് പറയുന്നത്. എത്ര അത് ഗോഡാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവൾ എടുക്കുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ അത് കണ്ടിട്ട് ഇങ്ങനെ ഫസ്റ്റിൽ ആ ഒരു ഐ ഓപ്പണായി വരുന്ന സീന് വരുമ്പോൾ അവൾ കണ്ണ് പൊത്തും. പിന്നെ അത് ഇരുന്ന് നല്ല ഫ്ലോയിലിരുന്ന് കാണും. ഇപ്പോൾ ആ സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 8:30-9 മണിയാവണം നേരത്തെ ഈ കൊലയിലിരിക്കുമ്പോൾ ഭയങ്കര ചൂടാട്ടോ. പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒരുപാട് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെയിലാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലാണ് ഇവിടെ ഇരിക്കുമ്പോൾ. കറക്റ്റാണ്. അവിടെ കിട്ടാൻ ഇതത് കഴിക്കും. അതെന്താ കഴിക്കുന്നത്? ആ മുട്ട അടിപൊളി. തട്ടിപ്പോ കാലിനൊക്കെയായി. ഗുഡ് ഗേൾ, സൂപ്പർ സൂപ്പർ. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഈ ഊഞ്ഞാലിന് വേണ്ടിയിട്ടുള്ള തല്ലാണ് കേട്ടോ. കണ്ണനാണ് ഇപ്പോൾ ഊഞ്ഞാൽ അവിടെ തൂക്കി കൊടുക്കാൻ പറഞ്ഞത്. ഈ തൊട്ടിലിന് വേണ്ടി കെട്ടിയുള്ള കയറും അങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. അവനാണ് ഇപ്പോൾ അത് കെട്ടാൻ പറഞ്ഞത്. പക്ഷേ ആമിക്കുട്ടിയാണ് ഓടി വന്നിട്ട് ആടാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. സ്ഥിരം പരിപാടിയാണ് ഈ ഊഞ്ഞാലിന് വേണ്ടിയിട്ടുള്ള ഇവർ രണ്ടുപേരുടെ തല്ല്. അത് നമ്മളെന്നും കാണും ചെയ്യും കേട്ടോ. വെള്ളരിക്കിണ്ണത്തിലെന്തുണ്ട് പുള്ളി പശുവിൻ്റെ പാലില്ല. എന്താണ് നീ കൂറുവിടും നമ്മള് എന്നാ വാ ഇടട്ടെ. ശരിക്കായിട്ടില്ല, ശരിക്കായിട്ടില്ലാന്ന്. അങ്ങോട്ടും പോയില്ല. സംശയമാണ് കുഞ്ഞിപ്പാറ. ആൻഡ് ഗൈസ്, ദിസ് ഈസ് അലൻസ് ഹോം. അപ്പോൾ അലൻ്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കുക കേട്ടോ. അലനാണെങ്കിൽ അങ്ങനവാടി പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെയാണ്. ആമിക്കാണെങ്കിൽ ഇവിടെ വന്നാൽ നല്ല രസമാണ്, എല്ലാം കേട് വരുത്താനും പിടിക്കാനൊക്കെ. പിന്നെ ഈ കാണുന്ന ചാടിയിലുള്ള ഫിഷിനെ നോക്കലും അവരെ വെള്ളം കുടിക്കലാണ് മെയിൻ ഹോബി. അതിന് എത്ര ചീത്ത കേട്ടാലും അവർക്കൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഓടി വന്നപ്പോൾ ഞാൻ വൈത്താല വന്നതാണ്. കാരണം അലനെ അങ്ങനവാടിയിൽ വിടുന്ന നേരത്ത് ഇവിടെ ഉണ്ടെങ്കിൽ അവനും തന്നെ മടിയാവും. എന്ത് കല്ല്? മീനിൻ്റെ കല്ലൊക്കെ അതിലുണ്ട്. തോന കല്ലയിലുണ്ട്. അടച്ചാളാ. ഇവർ 3 പേര് ഒരു കെട്ടാട്ടോ. കണ്ണൻ, ആമി, അലൻ. അപ്പോൾ 3 പേരും കൂടി നല്ല അടിപൊളിയായിട്ട് കളിച്ച് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അലന് അംഗനവാടി ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ കാണുമ്പോൾ അവനൊരു മടി പിടിക്കും. സോ ഞാൻ വേഗം ആമീനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അലന് എന്താണെങ്കിലും അംഗനവാടി പോകണം. അങ്ങനെ ആമി എന്നെ വിളിച്ചിട്ട് തിരിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഹലോ, സുന്ദരൻ ഇറങ്ങിനല്ലോ. അങ്ങനെ ഞാൻ ഉച്ചക്കിലേക്കുള്ള പണി തുടങ്ങി കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ വൈറലായോണ്ടിരിക്കുന്ന ഊർമിള ഉണ്ണിയുടെ മാമ്പഴപ്പുളിശ്ശേരിയാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് മാങ്ങ ഉണ്ട് കേട്ടോ. ഒന്നൊരു മുട്ടിക്കുടിയാനും പിന്നെ ഒന്ന് സാധാ മാമ്പഴമാണ്. അപ്പോൾ 2 നല്ല പഴുത്തിട്ടാണ്. അപ്പോൾ ഞാൻ മിക്സഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴാണിത് കഴിക്കാൻ തുടങ്ങിയത്. ഇതിന് മുന്നേ ഒന്നും ഞാൻ മാമ്പഴപ്പുളിശ്ശേരി കഴിച്ചിട്ടില്ല. ഇത് പിന്നെ ഈ റെസിപ്പി ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ 2ാമത്തെ ടൈമാണ് ഞാൻ അത് ചെയ്യുന്നത് കേട്ടോ.
അങ്ങനെ ഞാൻ അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ കുട്ടിപ്പടകൾ ഇവിടെ നല്ല പണിയെടുക്കുന്നുണ്ട്. എന്താ കഴിക്കുന്നത്? ആമി കഴിച്ചതാണ്. ഗുഡ് ഗേൾ ആണല്ലേ ആമി. ഇതാ കണ്ണൻ. ഒരു മത്സരമായിട്ട് നിങ്ങൾ രണ്ടുപേരും പ്രഖ്യാപിച്ചാ അപ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെ വാട്ടർ മെലൺ കഴിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. കൂടെ പാപ്പൻ്റെ മോളും ഉണ്ട്. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നു. മാമ്പഴ പുളിശ്ശേരിയിലേക്കുള്ള തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് മധുരം കഴിക്കുന്ന ഒരാളാണ്. ഞാൻ ശർക്കരയിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ശർക്കര എടുത്ത് ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ നന്നായിട്ട് മാങ്ങ സെറ്റായിന് കേട്ടോ. അതായത് വെന്ത് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ശർക്കര പാനി ഞാൻ അതിലേക്ക് ഒഴിച്ചു അത് അങ്ങനെ സെറ്റാക്കുകയാണേ. ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഒരു കറിയെങ്കിലും ഉണ്ടാക്കാതെ എങ്ങനെയാണല്ലേ. അപ്പോൾ ഞാൻ അത്യാവശ്യം ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അതിനകത്തൊരു എന്താ പറയുക കറി വെക്കുന്നതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ടാവും. യൂട്യൂബ് തുറന്നാൽ ഈ മാമ്പഴ പുളിശ്ശേരിയാണ് കാണാനുള്ളത്. അങ്ങനെ തന്നെയാണ് ഗൈസ് ഞാനും കണ്ടത്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഈ സാധനം ആമിക്കോ കണ്ണനോ ആർക്കും ഒരു പൊടിക്ക് ഇഷ്ടമില്ല. ഞാനും വല്യമ്മയും അതുപോലെ തന്നെ ഏട്ടനൊക്കെ തന്നെ കൂട്ടുള്ളൂ. മധുരം ഇഷ്ടമില്ലാത്ത ടീംസിനൊന്നും മാമ്പഴപ്പുളിശ്ശേരി ഇഷ്ടാവില്ല. സോ അവരാരും ഇത് ട്രൈ ചെയ്യാതിരിക്കുകയായിരിക്കും ബെറ്റർ കേട്ടോ. പിന്നെ മാക്സിമം നമ്മൾ നാടൻ മാങ്ങ തന്നെ കിട്ടുമോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇത് സുധിയുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. സുധി അങ്ങനെ മാങ്ങ കൊണ്ട് തന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ഔട്ട്ലുക്ക് ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ആയത്. ഒരിത്തിരി കളർ കുറവുണ്ടോ എന്ന് എനിക്ക് സംശയം, പക്ഷെ കുഴപ്പമില്ല, ഓക്കെ ആണേ. പിന്നെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. ചെമ്മീനും മത്തിയും അതുപോലെ തന്നെ എന്താ പറയുക എരുന്തെന്ന് പറയും. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ കക്ക എന്നാണ് പറയുക, എരുന്ത് കക്ക അങ്ങനെയൊക്കെ പറയും. അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാനൊരു 100 രൂപയ്ക്ക് ചെമ്മീനാണ് വാങ്ങിയത്. ഇതിവിടെ വെള്ളിച്ചം കിടക്കുന്ന ചാരുകസേരയുടെ തുണിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറേ ദിവസമായി ഞാനിങ്ങനെ വിട്ട് പോകും. വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ശരിക്കും മെഷീനിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ അത് കൊണ്ടുവരാൻ മറന്നു പോവും. ഓൾവേസ് മറവി ഒരു വില്ലനാണ്. സോ ഞാൻ എന്ത് ചെയ്തു, വേഗം അത് ഒരു സൂചി നൂലെടുത്ത് തുന്നാൻ തുടങ്ങി. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ തന്നെ അത് പോയിട്ട് കസേരയിൽ ഇടുകയാണ് കേട്ടോ. ഒത്തിരി എന്താ പറയുക വീതിക്കുറവ് എനിക്കതിന് ഫീൽ ചെയ്തു. പിന്നെ ഇതിങ്ങനെ പുറത്തിട്ട് പിള്ളേർ കളിച്ച് ആകെ വെടക്കായ പോലെ ആയിട്ടുണ്ട്. ഇത് എന്താ പറയുക അസ്ഥികൂടം മാതിരി പുറത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു, ക്ലോത്ത് ഇല്ലാണ്ട്. അപ്പോൾ അതിന് ക്ലോത്ത് ഇട്ടു. പിന്നെ വേറൊരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് കൊലായിൽ ഇടുമ്പോൾ പൂച്ച, കോഴി, മെയിനായിട്ട് ഇവിടെ നായയുടെ ശല്യം എപ്പോഴും ലൈവിലൊക്കെ വരുമ്പോൾ പറയാറുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് നായ്ക്കളാണെന്ന്. ഈ കാണുന്ന ഷൂവും ചെരുപ്പും എല്ലാം നായ്ക്കൾ എത്ര എണ്ണമാണ് കേടെടുത്തിട്ടുള്ളതെന്ന് അറിയാം. അപ്പോൾ അവർക്കൊക്കെ കടിക്കാനും പിടിക്കാനൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ ചാരുകസേരൻ്റെ കാല് കണ്ട ഒരു വൈറ്റ് കളറൊക്കെ കാണും. അതൊക്കെ നായ കടിച്ചുടച്ചിട്ട് അവിടെ പിന്നെ നമ്മൾ പുട്ടിട്ട് കൊടുത്തതാണ്. സോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നായ്ക്കളെ കൊണ്ട് ഇവിടെ ഇറങ്ങി നടക്കാൻ പോലും വയ്യ കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ തുണിയൊക്കെ എടുത്തിട്ട് നല്ല സെറ്റാക്കി. ഇത് ഇടാൻ വേണ്ടി കാത്തിക്കുന്ന പോലെ ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്ലഗ് ഇല്ലല്ലോ. അശോകന് ക്ഷീണമാവാന്ന് പറഞ്ഞുകൊണ്ട് ആമി ഉറങ്ങുകയാണ് കേട്ടോ. ഇത്രയും നേരം കുടുത്തയുടെ അച്ഛൻ്റെ ക്ഷീണമാണ് ഉറങ്ങി തീർക്കുന്നത്. ഉറങ്ങി നീറ്റിട്ട് ആമിക്കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വെളിച്ചെണ്ണയും ഉപ്പും ചോറും പിന്നെ അതിലേക്ക് മീനൊക്കെ കഴുകിയിട്ടാണ് അവൾക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ കൂടിയാണ് അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ചെമ്മീൻ കഴുകിയിട്ട്. ആമിക്ക് ഫുഡ് എടുത്തതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മീൻ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നല്ല മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ്. വല്യമ്മ വെച്ചാൽ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. വല്യമ്മയുടെ ഏത് കറിക്കും നല്ല ഫാൻസാണ്. ഞാനെന്നല്ല എല്ലാവരും വല്യമ്മയുടെ എന്താ പറയുക ഫുഡിൻ്റെ ഫാൻസാണ് കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, അതുപോലെ തന്നെ പപ്പടം, ഉപ്പേരി. അതാണ് ഇന്നത്തെ നമ്മുടെ മെനു. ഞാൻ എപ്പോഴും ലൈവിലൊക്കെ വന്നിട്ട് ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയും കൊതിയാവുന്നുണ്ടെന്നൊക്കെ. സോ ഇന്ന് നമുക്ക് എന്താ പറയുക മീൻ പൊരിച്ചതുകൊണ്ട് കേട്ടോ. എന്തോ ഒരു വെള്ളമീനായിരുന്നു. ഇത് ഇന്നലെ വാങ്ങിച്ചിട്ട് വെച്ചതായിരുന്നു, ഇന്നാണ് പൊരിച്ചത്. സോ അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഞാൻ വിളമ്പുന്നുണ്ട്. അപ്പോഴേക്കും കുട്ടിപ്പട്ടാളം പണി തുടങ്ങിട്ടോ. അങ്ങനെ കുരുത്തക്കേടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉറങ്ങി നീറ്റിട്ട് ചായയുടെ സമയം കേട്ടോ. അപ്പോഴേക്കും അലൻ അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് അലൻ വന്നിട്ടുണ്ട്, കണ്ണനുണ്ട്, ആമി എണീറ്റിട്ടുണ്ട്.
നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പം ഞാനൊരു എന്താ പറയുക ഡാർക്ക് ഫാൻറ്റസീൻ്റെ ഒരു ബിസ്ക്കറ്റും പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പേരും അതൊക്കെ കഴിച്ചു. പിന്നെ ബബിൾസ് ഇടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് ഗൈസ്. ഈ ഒരു ചായ വളരെ നിർബന്ധമാണ്, ഞാനൊരു ചായ ഫാനാണ്. അങ്ങനെ ശ്രുതി വന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് മാറ്റി നിൽക്കുക കേട്ടോ കുട്ടിക്ക് എവിടെ പോകുമ്പോഴും കൂളിംഗ് ഗ്ലാസും വാച്ചൊക്കെ നിർബന്ധമാണ്. ആ നിപ്പാണ് ഈ കാണുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ എന്താ പറയുക ലക്ഷ്യബോധം ഇല്ലാതെയാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് തിരൂർ ഒരു എന്താ പറയുക പാർക്ക് പോലെ ഉണ്ട്, ഏഴൂർ റോട്ടിലേക്ക് വന്നിട്ട് ഒരു EMS കമ്മ്യൂണിറ്റി പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. അങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരൂർ എത്തിയിട്ടുണ്ട്. തിരൂരാണെങ്കിൽ ആകെ അങ്ങോട്ട് ലൈറ്റ് അടിച്ച് നിൽക്കുകയാണ്. എന്താ ഭംഗി കാണാൻ, ഓരോ ഷോപ്പിൻ്റെ നെയിം പ്ലേറ്റ്സൊക്കെ അങ്ങനെ കാണുമ്പോൾ അടിപൊളി കേട്ടോ. നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. ആമിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ ഇതാണ്, ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഒരു സാധാ ദിവസമാണ്. പിള്ളേരെ കളിയും അവരെ പിന്നാലെയുള്ള നടത്തമാണ് എൻ്റെ മെയിൻ പരിപാടി. ഫുഡൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരിത്തിരി നേരത്തെ പരിപാടി തന്നെയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ആമി ആ ഒരു തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. ഇതെൻ്റെ പ്ലാനില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. ഞാൻ എന്നാലും ചെയ്തു കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി പാർക്കിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതൊരു വേറെ വൈബായിരിക്കും. സോ ഞാൻ ആ വീഡിയോ അടുത്തതായിട്ട് ഇടാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കട്ടയ്ക്ക് കൂടെ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കൂ. ബൈ.